അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അൽ ഇമാം ഷെയ്ഖുന ഷെയ്ഖുസ്സമാൻ അനിൽ യൂട്യൂബ് മുസ്ലിയാരുടെ പുതിയൊരു വീഡിയോ. ഇത്തവണ അദ്ദേഹത്തിന്റെ മുഹബ്ബീങ്ങളായ അദ്ദേഹത്തിന്റെ മദ്ഹബുകാരായ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഏതൊക്കെയോ സ്രോതസ്സിൽ നിന്ന് പണം വാങ്ങി അവരുടെ അടിമകളായി പ്രസംഗിക്കുന്ന പുതിയ ഒരാളെ. പലതവണയായി സെലഫികളെയാണ് എങ്കിൽ ഇത്തവണ അദ്ദേഹം കൊണ്ടുവന്നത് സൂഫികളിൽപ്പെട്ട ഒരാളെ. അനിൽ മുസ്ലിയാരെ പോലെയുള്ള ആളുകളും ചില ഷിയാക്കളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ചില അപകടകരമായ ചില വാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന ഒരു ക്ലിപ്പ് ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിപ്പിച്ചു. പല ആളുകളും അത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും മറ്റും ഷെയർ ചെയ്യുന്നതായും ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ച ടെക്സ്റ്റിലൊക്കെ ചില എഡിറ്റുകളൊക്കെ നടത്തിക്കൊണ്ട് അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ചില ആളുകൾ അയച്ചു കൊടുത്തു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അനിൽ മുഹമ്മദ് ഒരു വീഡിയോ ഇറക്കിയത്. ആ വീഡിയോയിൽ ഇദ്ദേഹത്തെയും കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഏതൊക്കെയോ സ്രോതസ്സിൽ നിന്ന് പണം വാങ്ങി അടിമകളായിക്കൊണ്ട് പലതിനെയും വ്യാഖ്യാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതെങ്കിലുമൊക്കെ സോഴ്സുകളിൽ നിന്ന് പണം കിട്ടുന്ന അടിമകൾ. അനിൽ മുഹമ്മദ് ആകട്ടെ അങ്ങനെയുള്ള ആളല്ല. അനിൽ മുഹമ്മദിന് ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ പല ആളുകളും ബന്ധപ്പെട്ട് ആയിരങ്ങളൊക്കെ 10,000 ഒക്കെ തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതൊന്നും വേണ്ട എന്ന് വെച്ച വ്യക്തിയാണ്. എനിക്കറിയാം, ഒരുപാട് പാർട്ടിക്കാരെ ബന്ധപ്പെട്ടിട്ട് ഇത്ര 1000 രൂപ തരാം, ഇങ്ങനൊരു വാർത്ത ചെയ്യണം, അങ്ങനെ ഒരു വാർത്ത ചെയ്യാവോ, ഇങ്ങനെ വാർത്ത ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള പണത്തിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. കൃത്യമായി തന്നെ അദ്ദേഹത്തിന് അമേരിക്കൻ കമ്പനിയായ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുമൊക്കെ ഡോളറുകൾ കൃത്യമായി തന്നെ വൻതുക കൺവേർട്ടായി നല്ല ടാക്സ് ഒക്കെ അടച്ച് ഹലാലായ രീതിയിൽ തന്നെ പണം വന്ന് ചേരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആരെങ്കിലും കൊടുക്കുന്ന പണമൊക്കെ വേണിച്ച് അവരുടെ അടിമയായിക്കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൈസയ്ക്കും വേണ്ടി വാർത്ത ചെയ്യുന്ന ആളല്ല ഞാൻ. എന്നാൽ ഏതെങ്കിലും സ്രോതസ്സിൽ നിന്നൊക്കെ പണം വാങ്ങിയ അടിമകളായി ഷിയാക്കളെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ച് ലോകത്തിന്റെ എമ്പാടുമുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ സംസാരിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കണമെന്നാണ് നമ്മുടെ അനിൽ മുഹമ്മദിന്റെ വാദം. ഈ തുകയെല്ലാം വാങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തി ബോധപൂർവം ആരെങ്കിലും ഇകഴ്ത്താൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തിന്റെ പല ദിക്കുകളിലുള്ള പണ്ഡിതന്മാരൊക്കെ കൃത്യമായി ഷിയാക്കളുടെ അജണ്ട എന്താണ് എന്നും അവരുടെ നിലപാടുകൾ എന്താണ് എന്നും അവരുടെ അഖീദ എന്താണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ലേഖനങ്ങളും പ്രഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പ്രതിരോധിക്കണം. നല്ല ശക്തമായി പ്രതിരോധിച്ച് ഷിയാക്കളെ ഇങ്ങനെ വെള്ളപൂശി ഇങ്ങനെ കൊണ്ടുവന്ന് ലോക മുസ്ലിങ്ങളുടെ നേതാക്കന്മാരാക്കണം. അവരിൽ ആരെങ്കിലും ഒക്കെ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് ഷഹീദിൻ പദവി നൽകണം. ഖുർആന്റെ ആയത്തുകളൊക്കെ തന്നെ ഓതിയിട്ട് തന്നെ അവർ സ്വർഗത്തിലാണ് എന്നൊക്കെ നമ്മൾ സ്ഥാപിച്ച് കൃത്യമായി നമ്മുടെ അനിൽ മുഹമ്മദൊക്കെ സ്ഥാപിച്ചെടുത്തു എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ കൃത്യമായി നമ്മൾ സ്ഥാപിച്ചെടുക്കണം. നമുക്കിവിടെ പറയാനുള്ളത്, നിങ്ങൾ ഈ രീതിയിലൊക്കെ പ്രതിരോധം തീർക്കുന്നതിനിടയിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. നിങ്ങളുടെ തൊള്ളയിൽ നിന്ന് വീണ ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളതൊക്കെ ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില മറുപടികളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണോ എന്നാണ് നമുക്ക് ഈ അനിൽ സാഹിബിനോടും അദ്ദേഹത്തിന്റെ മുഹിബ്ബീങ്ങളായ അദ്ദേഹത്തിന്റെ മദ്ഹബുകാരായ ആളുകളോടൊക്കെ ചോദിക്കാനുള്ളത്. പിന്നെ അദ്ദേഹത്തിനെതിരെ പല ആളുകളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു ബേജാറുണ്ട്. എനിക്ക് മുജാഹിദുകാരെല്ലാവരോടും ഈ വിഷയത്തിൽ എനിക്ക് വ്യത്യസ്ത നിലപാടില്ല. KNMകാരൊന്നും ഈ വിഷയത്തിൽ അങ്ങനെ ആഴത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഇറാനെ അടിച്ചികഴ്ത്താൻ ശ്രമിച്ച് ഈ സീസണിൽ ഞാൻ കണ്ടില്ല. കണ്ടപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മർക്കസ് ദഅ്വാക്കാര് അങ്ങനെ ഒരു പരാമർശത്തിലേക്കേ അവർ പോയില്ല. അതും കൂടി ഒന്ന് എല്ലാവരും പരിഗണിക്കണം. പ്രത്യേകിച്ച് KNMന്റെ ആൾ, അതുപോലെ തന്നെ മർക്കസ് ദേവയുടെ ആളുകളൊക്കെ ഒന്ന് അദ്ദേഹത്തെ പരിഗണിക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അബ്ദുറഹ്മാൻ സഖാഫിയാണ് ഇപ്പോൾ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ബേജാറൊന്ന് നമുക്ക് കേൾക്കാം. ഈ അയച്ചു തന്ന ക്ലിപ്പിലെ വാചകം എന്താണെന്നറിയോ? ഇതാണ്: സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക, അത് വല്ലാത്ത ഒരു ഭാഗ്യമാണ്. അത് തീരെ കിട്ടാത്തൊരു വിഭാഗമാണ് ഷിയാക്കൾ. ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന യുദ്ധം, ഇസ്രായേലും അമേരിക്കയും തുടങ്ങി വെച്ച യുദ്ധം, ചെറിയ പിഞ്ചുകുട്ടികളെ കൊന്നുകളഞ്ഞ യുദ്ധം, അതിനെ ആർക്കും ന്യായീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇസ്രായേലുമായി പടപൊരുതുന്നു എന്ന നിലക്ക് ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ ആളുകൾ പടപൊരുതുന്നു എന്ന നിലക്ക് ഇപ്പോൾ ഷിയാക്കളുമെല്ലാം ഉള്ളുകൂടി കയറി വന്ന് അതാ ഷിയാക്കളായാൽ വളരെ നല്ല ഈമാനുള്ളവരാണ് എന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നുണ്ട്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ ഒരിക്കലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ
അങ്ങനെയുള്ള മുഹാജിരീങ്ങളായ ഏറ്റവും വലിയ മഹാന്മാരായ സഹാബികളെ എന്തിനധികം പറയണം, അൻസാരികളായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ, അതുപോലെ ഐസ ബീബി റളിയല്ലാഹു അൻഹയെ, അങ്ങനെ തുടങ്ങിയുള്ള സ്വർഗത്തിലെ ഏറ്റവും വലിയ ഉന്നതന്മാരായ സഹാബികളെ കുറ്റം പറയുകയും നിന്ദിക്കുകയും വെറുക്കുകയും ചെയ്യുന്നവർക്ക് എങ്ങനെ സ്വർഗം ലഭിക്കും? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു, ഒരിക്കലും ഷിയാക്കളോടൊരു സിമ്പതി നമ്മളെ മനസ്സിൽ വന്നു പോകാൻ പാടില്ല. അതിനർത്ഥം അനീതിക്ക് കൂട്ടു നിൽക്കണമെന്നോ അക്രമത്തെ പിന്തുണക്കണമെന്നോ അല്ല. ഈ ക്ലിപ്പാണ് എനിക്ക് അയച്ചു തന്നത്. ഇതൊക്കെ സംഘടനാവാദികളുടെ വാചകങ്ങളാണ്. അത് ഈ സിറാജുൽ ബാലുശ്ശേരി പറഞ്ഞാലും പേരോട് ഉസ്താദ് പറഞ്ഞാലും പിന്നെ മറ്റോര് പറഞ്ഞാലും എല്ലാവരും ഇതുപോലെ. ഇതിനെന്ത് പുതുമയുള്ളത്? ഇതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. എല്ലാവരും പറയുന്നത് തന്നെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത്. അത് തന്നെയാണ് നമ്മളും ചോദിച്ചത്. യുടെ പല ആളുകളും അനിൽ ഉസ്താദ് പറയുന്നത് എടുത്തിങ്ങനെ അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന രീതിയിൽ തുള്ളിച്ചാടുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വീഡിയോ എടുത്തത്. ആ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകളുടെ വാദത്തിനെതിരെ സംസാരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ പ്രചരിപ്പിച്ചത്. ഇവിടെ വിഷയം എന്താണ്? അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ കാംനയി സ്വർഗത്തിലാണ് എന്നും ഷഹീദിന്റെ പ്രതിഫലമാണ് എന്നും അതുപോലെ തന്നെ അതിന് ഖുർആന്റെ ആയത്തുകളൊക്കെ ഓതിയതാണ് ഇവിടെ പല ആളുകളും സംസാരിക്കാൻ വേണ്ടി കാരണമെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അനിൽ സാഹിബ് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് പച്ചപ്പരമ യാഥാർത്ഥ്യം. അദ്ദേഹം അത് പറയില്ല. ഇവിടെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്തിട്ടൊന്നുമില്ല. യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് മാനസികമായി ചിലപ്പോഴൊക്കെ അവിടെ നിരപരാധികളായ ഒരുപാട് കുട്ടികളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ നമുക്കൊരു പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്നതല്ലാതെ അവരോടൊരു ചായ്വൊക്കെ തോന്നിയിട്ടുണ്ടാകും എന്നതല്ലാതെ നമുക്ക് പൂർണ്ണമായും ഷിയാക്കളെ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അവർക്ക് കൃത്യമായ അജണ്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അനിൽ മുഹമ്മദിന് തീരെ പിടിക്കുന്നുമില്ല. കാരണം അത് ഏതൊക്കെ സ്രോതസ്സിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇവിടെ മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഏതൊക്കെ സ്രോതസ്സിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഈ പരിപാടി എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഏതോ സംഘടനക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ ചാരസംഘടനയിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന രൂപത്തിലാണ്. ഇപ്പോൾ ഇസ്രായേലിലെ ചാരസംഘടന വിട്ട് ഏതോ സ്രോതസ്സിൽ നിന്നാണ് ഇത്തവണ പണം വാങ്ങിയിട്ടുള്ളത് എന്ന രീതിയിലാണ്. അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കാണിച്ചത് ഏതോ സ്രോതസ്സിൽ നിന്ന്. ആ സ്രോതസ് ഏതാണ് എന്നൊന്ന് പറഞ്ഞു തരണം, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിങ്ങനെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പുറയിലുള്ള ആരെങ്കിലും ആണോ ഈ പറയുന്ന സ്രോതസ്സിൽ നിന്ന് പണം വാങ്ങി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ചാരസംഘടനയിൽ നിന്ന് പണം വാങ്ങി ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒക്കെ കൊടുത്തത് എന്നുള്ളത്? അതൊന്നും നിങ്ങൾ പറഞ്ഞു തന്നാലും മതി, നമുക്ക് അറിയണമല്ലോ. നിങ്ങളിങ്ങനെ എവിടെയും കൊള്ളാത്ത രീതിയിൽ ആരോപണം ഉന്നയിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു ശരിയല്ലല്ലോ ഉസ്താദെ. ആരാണ് പണം വാങ്ങിച്ചു കൊടുത്തത്? അതിന്റെ ഏജന്റായി നിന്ന് തങ്ങളുടെ പുരയിലുള്ള ആളുകളാണോ അതല്ല പുറത്തേതെങ്കിലും സംഘടനക്കാരാണോ എന്നൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞു തരണം. കൃത്യമായി നമുക്ക് അറിയണമല്ലോ. ഇങ്ങനെ ആരോപണം പറഞ്ഞ് ഇങ്ങനെ പോയാൽ പോരല്ലോ. ഇതൊന്നും തെളിയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അതൊക്കെ മോശമല്ലേ അനിൽ സാഹിബെ? അതുകൊണ്ട് ഒന്ന് അത് കൃത്യമായി ഒന്ന് പറഞ്ഞു തരണം, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതൊക്കെ മനസ്സിലാക്കണമല്ലോ. നിങ്ങളിങ്ങനെ കൃത്യവും സത്യസന്ധവുമായി കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളാണല്ലോ. ലോകത്തുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ കള്ളത്തരങ്ങളും കള്ളക്കഥകളും ഒക്കെ പറയുന്ന ആളുകളാണ് എന്നാണല്ലോ നിങ്ങളുടെ വാദം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊരു സത്യസന്ധമായി ഒന്ന് പറഞ്ഞതാ. നിങ്ങളുടെ പുരയിലുള്ള ആളുകളാണോ അതല്ല മറ്റ് പുറത്തുള്ള ആളുകളാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകളുടെ പിന്നാലെ നിങ്ങൾ ആരും പോകരുത്. നമ്മൾ പലതവണ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഏതാണ് എന്ന് കൃത്യമായി അറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അവിടെ തന്നെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറിക്കിട്ടും. അതേപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ഫോളോ ബട്ടൺ ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ അതങ്ങോട്ടേക്ക് അൺഫോളോ ആയി മാറിക്കോളും. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ശല്യം നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമാകുമല്ലോ. അങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ഒരു പൊതുശല്യത്തെ ബഹിഷ്കരിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ടുപോയി വാട്സപ്പിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒന്നും അയച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹം വല്ലാത്ത പ്രയാസപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് മാനസികമായി തന്നെ ചില പ്രയാസങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങളൊന്ന് വെറുതെ വിട് പ്ലീസ്, ഒന്ന് വെറുതെ വിട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോയി അദ്ദേഹത്തെ വെറുതെ ചൊറിയാൻ നിൽക്കേണ്ട. അദ്ദേഹത്തിൽ നിന്ന് പലതും നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ കാര്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് അദ്ദേഹത്തെ പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെതായ വഴിക്ക് അങ്ങോട്ട് വിടുക എന്നാണ് വിനയപുരസ്സരം നിങ്ങളോട് പറയാനുള്ളത്. സമസ്തക്കാരായാലും അല്ലാത്തവരോടും ഒക്കെ തന്നെയാണ് ഇത് പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ കൊണ്ട് തെറി വിളിപ്പിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് കാര്യമായി ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നന്നായി ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.